പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിലേക്ക് നമ്മൾ പോയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. തൃശ്ശൂർ ദേശീയപാതയിൽ പട്ടാപ്പകൽ 2 കോടിയുടെ സ്വർണ്ണ കവർച്ച. 3 കാറുകളിലെത്തിയ കവർച്ച സംഘം സ്വർണം തട്ടുന്നതിന്റെ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. സ്വകാര്യ ബസിന്റെ ക്യാമറയിലാണ് കവർച്ചാ ദൃശ്യങ്ങൾ പകർന്നത്. വ്യാപാരിയുടെ കാർ കവർച്ച സംഘം തട്ടിയെടുത്ത് വഴിയിൽ ഉപേക്ഷിച്ചു. 10 അംഗ കവർച്ച സംഘത്തെ പോലീസ് ഇപ്പോൾ തിരയുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പട്ടാപ്പകലാണ് 2 കോടി രൂപയുടെ സ്വർണം കവർന്നത്. ഒരു സ്വകാര്യ ബസിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ ദേശീയപാതയിലാണ് ഈ സംഭവം. പട്ടാപ്പകൽ 2 കോടിയുടെ സ്വർണ്ണ കവർച്ച. 3 കാറുകളിൽ എത്തിയ സംഘം, കവർച്ച സംഘം സ്വർണം തട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ചേസിലുള്ള ഒരു വണ്ടി ചേസിസ് ഒരു ലെഫ്റ്റ് സൈഡിലുണ്ട്, ഒരു ലോറിയുടേത്. മറു സൈഡിൽ ഈ കാറുകൾ പാർക്ക് ചെയ്തതിന് ശേഷം, കാറുകൾ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം അവിടെ നിന്ന് സ്വർണം കവർന്ന് മറ്റൊരു കാറിൽ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ജെയ്സൺ ചാമോളപ്പിച്ചിരുന്നു. ജെയ്സൺ, ആ ചിത്രങ്ങളൊന്ന് വിശദീകരിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ഇത് തൃശ്ശൂരിൽ എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്? തൃശ്ശൂരിലെ മണ്ണുത്തി വടുക്കു ദേശീയപാതയ്ക്കിടയിലാണ് ഇന്നലെയാണ് ഈ സംഭവം. 25 ദൃശ്യങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ സംഭവം. ജെയ്സൺ, ആ ടെലിഫോൺ കോളിൽ എന്തോ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരിൽ ദേശീയപാതയിൽ ഇടത്തെ സൈഡിൽ ഒരു ലോറിയുടെ ചേസിസ് കാണാം. ആ വണ്ടി ലെഫ്റ്റിൽ പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് 3 കാറുകൾ പ്രേക്ഷകർക്ക് കാണാം. ഒരു കറുത്ത കാറുണ്ട്. ആ കറുത്ത കാറിൽ നിന്നാണോ സ്വർണം എടുക്കുന്നത്? ഹലോ. ആ കറുത്ത കാറിൽ നിന്നാണോ സ്വർണം എടുക്കുന്നത്, ജെയ്സൺ? തീർച്ചയായും ഈ കറുത്ത കാറിൽ നിന്നാണ് സ്വർണം എടുക്കുന്നത്. മാത്രമല്ല 3 കാറുകളിൽ വളരെ പ്ലാൻഡ് ആയിട്ട് എത്തിയ സംഘമാണ് കവർച്ച നടത്തുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന വാഹനത്തിലാണ്, കാറിൽ നിന്നാണ് ഈ കവർച്ച നടക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. സ്ഥലം ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? മണ്ണുത്തിക്കും വടുക്കുംചേരിക്കും ഇടയിലുള്ള കുതിരാന്റെ സമീപത്ത് വെച്ചാണ്, കുതിരാൻ തുരങ്കത്തിന് സമീപത്ത് വെച്ചാണ് ഈ ദേശീയപാതയിൽ പട്ടാപകലാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഇവരെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. 10 അംഗ കവർച്ചാ സംഘം ഉണ്ടെന്ന, ഈ സംഘത്തിൽ 10 ആളുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ ദേശീയപാതയിൽ ആദ്യകാലങ്ങളിൽ, ഇപ്പോഴല്ല, ആദ്യകാലങ്ങളിലേക്ക് വലിയ തോതിൽ സ്വർണ്ണ കവർച്ച നടക്കുമായിരുന്നു. ഈ തൃശ്ശൂർ സ്വർണ്ണാഭരണത്തിന്റെയൊക്കെ ഒരു കേന്ദ്രമാണ്. ഇവിടെ നിന്നും മറ്റ് തമിഴ്നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ബസ്സുകളിൽ കൊണ്ടുപോകാറുണ്ട് ആളുകൾ, അതുപോലെ കാറുകളിൽ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ നിന്നും തട്ടിയെടുക്കുന്ന ഒരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചു കാലമായിട്ട് ഇല്ലാതിരിക്കുന്നു. അതാണ് ഇപ്പോൾ, അതും നമ്മെ ഞെട്ടിക്കുന്നത് പട്ടാപകലാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഏകദേശം 10ഓളം പേരുണ്ട്. ഇവരെ വ്യാപകമായി തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വ്യാപാരിയും അതുപോലെ സുഹൃത്തുമാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇവരെ മാറ്റി അതോടൊപ്പം തന്നെ സ്വർണം കവർ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഈ സമീപത്തോട് പോയ സ്വകാര്യ ബസ്സിൽ നിന്നാണ് പോലീസ് പക്ഷെ നമുക്ക് ആ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. KL ആണ് കാറിന്റെ, വെള്ളക്കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ KL ആണ്. അതിന് തൊട്ട് മുൻപ് ഒരു കറുത്ത കാറുണ്ട്, പിന്നെ മറ്റൊരു കാറും ഉണ്ട്, അതിന് തൊട്ട് മുന്നിൽ ഒരു കാറ് ഉണ്ട്. അപ്പം മൊത്തം 4 കാർ നമുക്ക് ആ സ്ഥലത്ത് കാണാം. അതിൽ കറുത്ത കാറിലാണ് ഈ സ്വർണ്ണം കൊണ്ടുപോയിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് ഒരാൾ ഡോറ് തുറന്ന് സ്വർണ്ണം എടുത്ത് തൊട്ടു പിന്നിലുള്ള ഈ കാറിലേക്ക് മാറുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഇതാ കണ്ടോ, ഇതാണ് സ്വർണം എടുത്തുകൊണ്ട് ഈ കാറിലേക്ക് മാറുന്നു. അതേസമയം തന്നെ ആ സ്വർണം തട്ടിയെടുത്താൽ ഏത് കാറിൽ നിന്നാണോ ആ കാറിലേക്ക് കൂടി ഈ സംഘാംഗങ്ങൾ കയറുന്നുണ്ടല്ലേ? തീർച്ചയായും അതാണ് നേരത്തെ പറഞ്ഞിട്ട് 10 പേരോളം ഈ സംഘത്തിലുണ്ട്. പ്രീ പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഒരു കവർച്ചയാണ് ഈ കവർച്ച. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടോ, വലിയ ട്രക്ക് പോകുന്നുണ്ട്. ആ ട്രക്ക് പോലെ അവിടെ നിർത്തി. ഇപ്പൊ ഒരു പുതിയ മേൽപ്പാലം പണിയുന്നുണ്ട് ഇത് കുതിരാനടുത്ത്. അതിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ് 2 വാഹനം നിർത്തുന്നു. അതിനിടയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നു. അതുപോലെ തന്നെ ആ കാറിലേക്ക് ഈ സ്വർണം നേരത്തെ കൊണ്ടുവന്ന വ്യാപാരിയുടെ കാറിലേക്ക് ആൾ കയറുന്നു. പുറകിലേക്ക് കാറിലേക്ക് സ്വർണം മാറ്റുന്നു, മുന്നോട്ട് പോകുന്നു. ഇതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഈ സംഘത്തിൽ ഉള്ളവരെ കുറിച്ച് ഏകദേശം സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സ്വർണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾ ഈ ദേശീയപാതയിൽ സജീവമായി. ലോറിയുടെ ക്യാബിനിൽ ഇരുന്ന ഡ്രൈവർക്ക് അത് വ്യക്തമായി കാണാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ?
തീർച്ചയായും ആ ക്യാബിന്റെ സൈഡ്, ആ ലോറി നിർത്തുമ്പോൾ അതിന്റെ സൈഡിലാണ് റോഡ് ബ്ലോക്ക് ആയിക്കൊണ്ട് 3 വാഹനങ്ങൾ നിർത്തുന്നത്. ശ്രദ്ധിച്ച ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതും ഈ അടിപ്പാത പണിയുന്നതിന്റെ അരികുവശത്തെത്തിയപ്പോൾ വാഹനങ്ങളെല്ലാം ഞെരുങ്ങി പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരം ഒരു വലിയ കവർച്ച നടന്നത്. ഏകദേശം 2.5 കിലോ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കാരണം ഈ സാധാരണ തൃശ്ശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളൊക്കെയും തമിഴ്നാട്ടിൽ സ്വർണം കൊണ്ടുവന്നു ഇവിടെ ആഭരണമാക്കി തിരിച്ചു കൊണ്ടുപോകുന്ന, അത് സ്ഥിരമായി നടക്കുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സ്വർണ്ണാഭരണ നിർമ്മാണം നടക്കുന്നത് തൃശ്ശൂരിലാണ്. അത്തരത്തിൽ ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തൃശ്ശൂരിന്റെ ദേശീയപാത, തൃശ്ശൂർ എറണാകുളം ദേശീയപാത, അതുപോലെ തന്നെ തൃശ്ശൂർ വടക്കുംചേരി പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാത കേന്ദ്രീകരിച്ച് ആദ്യകാലങ്ങളിൽ വലിയ രീതിയിൽ സ്വർണം തട്ടുന്ന സംഘങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ അതും പട്ടാപകൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്ന ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട്. വലിയ ആശങ്ക സ്വർണ്ണാഭരണ നിർമ്മാതാക്കളിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്. ഓക്കെ ജെയ്സൺ, എന്തായാലും ഞെട്ടിപ്പിക്കുന്നതാണ്. പട്ടാപ്പകലാണ് ഈ സ്വർണ്ണ കവർച്ച നടക്കിയിരിക്കുന്നത്. പക്ഷേ സ്വർണം കവർന്ന ചങ്ങാതികൾ തൊട്ടു പിന്നിലുള്ള സ്വകാര്യ ബസിന്റെ ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന ക്യാമറ ഉണ്ട് എന്നറിഞ്ഞിരുന്നില്ല. എന്നാലും ക്യാമറയിൽ ഈ സ്വർണം തട്ടുന്നതൊക്കെ ഒരു സിനിമയിൽ എന്ന വണ്ണം പതിഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ ഇടുങ്ങിയ ഭാഗം, കുതിരാന്റെ ഭാഗത്ത് പുതുതായിട്ട് നിർമ്മിക്കുന്ന ഓവർബ്രിഡ്ജിന് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയ സർവീസ് റോഡ്, ആ റോഡിലേക്ക് ഈ വാഹനങ്ങൾ പ്രവേശിക്കുന്നു. നന്നേ ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഒരു ചേസിസ് ഉള്ള ഒരു ലോറി കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തി ആ ലോറി തന്നെ ബ്ലോക്ക് ചെയ്ത് 4 കാറുകളിലെത്തിയ സംഘം ഈ കറുത്ത കാറിൽ നിന്ന് സ്വർണ്ണമെടുത്ത് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. പട്ടാപ്പകലാണ് 2 കോടി രൂപയുടെ സ്വർണം തൃശ്ശൂരിൽ കുതിരാന് സമീപം വെച്ച് തട്ടിയെടുത്തത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. എന്തായാലും പ്രതികളെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ സൂചന ലഭിക്കാതിരിക്കും? വളരെ വ്യക്തമായി സിനിമയിൽ കാണുന്നത് പോലെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയതല്ലേ. ആ ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. എല്ലാ CCTVയിലും ഈ കാറും ഒക്കെ പതിഞ്ഞിട്ടുണ്ടാവുകയും ചെയ്യും. എന്നാലും ഇവരുടെയൊക്കെ ധൈര്യം സമ്മതിക്കണം അല്ലേ? പട്ടാപ്പകൽ 2 കോടി അടിച്ചു മാറ്റുക, അതും വളരെ ആസൂത്രിതമായി, ഒരു സിനിമയിൽ എന്നത് വണ്ണം ആസൂത്രിതമായിട്ടാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നത്.